സംസ്ഥാനത്ത് തദ്ദേശ വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF-ന് നേട്ടം. 3 പഞ്ചായത്തുകൾ LDF-ൽ നിന്ന് UDF പിടിച്ചെടുത്തു. ഇടുക്കി കരിമണ്ണൂർ, തൃശൂരിലെ നാട്ടിക, പാലക്കാട്ട് തച്ചമ്പാറ പഞ്ചായത്തുകളാണ് LDF-ന് ഭരണം നഷ്ടമാവുക. കായംകുളം പത്തിയൂരിൽ UDF-ന് അട്ടിമറി വിജയം നേടി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെയും വെള്ളറട പഞ്ചായത്തിലെയും സിറ്റിംഗ് സീറ്റുകൾ BJP നിലനിർത്തി. സൂരജ് സജി, എബിൻ ജോസ്, നിഖിൽ പ്രമേഷ്, മനീഷ് മഹിപാൽ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ പ്രമേഷിലെ കാര്യം, നിഖിൽ, ചാലശ്ശേരിയിലെയും തച്ചമ്പാറയിലെയും ഏറ്റവും ഒടുവിലത്തെ ടാലി എങ്ങനെയാണ്? വിജയപ്രഖ്യാപനം നടന്ന വാർഡുകൾ ഏതൊക്കെയാണ് നിഖിൽ? കാശ്മി, തച്ചമ്പാറയിലാണ് ഏറ്റവും വലിയൊരു സസ്പെൻസ് നിലനിന്നത്. തച്ചമ്പാറയിൽ CPM-ന് ഭരണം നഷ്ടമായിരിക്കുന്നു. പഞ്ചായത്ത് ഭരണം LDF-ന് നഷ്ടമായിരിക്കുകയാണ്. തച്ചമ്പാറ 4-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി വിജയിച്ചതോടുകൂടിയാണ് അത്തരത്തിലുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടത്. കോൺഗ്രസിലെ അലി തേക്കത്ത് CPI സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് അവിടെ അട്ടിമറി വിജയം നേടിയിരിക്കുന്നത്. 15-അംഗ ഭരണസമിതിയിൽ UDF-ന് ഇപ്പോൾ 8 പേരുടെ പിന്തുണയാണ് ലഭിച്ചിരിക്കുന്നത്. CPI അംഗം രാജിവെച്ച് BJP-യിൽ ചേർന്ന സാഹചര്യത്തിലാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ചാലിശ്ശേരി പഞ്ചായത്തിൽ 9-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K. സുജിത വിജയിച്ചു. അവിടെ ഭരണമാറ്റമില്ല. UDF സിറ്റിംഗ് സീറ്റായിരുന്നു, അത് അവർ നിലനിർത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഫലം വന്ന മറ്റൊരു വാർഡ് എന്ന് പറയുന്നത് കൊടുവായൂർ പഞ്ചായത്തിലെ 13-ം വാർഡാണ്. അവിടെ LDF സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ്. എന്തായാലും ജില്ലയിലെ ആകെ സ്ഥിതി പരിശോധിക്കുമ്പോൾ 2ഇടത്ത് UDF-ന് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. അതിൽ ഒരു LDF സീറ്റ് പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, പഞ്ചായത്ത് ഭരണം കൂടി പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ് UDF-ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ജില്ലയിൽ ആകെ പരിശോധിക്കുമ്പോൾ UDF മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. സൂരജ് സജിയാണ് നാട്ടികയിലെ സൂരജ്, നാട്ടികയിൽ ഇതുവരെ LDF 5 UDF 5 എന്നായിരുന്നു അവസ്ഥ. ഇപ്പോൾ UDF-ന് 6 സീറ്റ് അല്ലേ സൂരജ്? തീർച്ചയായും കാശ്മി, നാട്ടികയിൽ LDF-നെ സംബന്ധിച്ചൊരു വലിയ തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. 260 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ LDF ജയിച്ചിരുന്ന വാർഡിലാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്ന 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൂടിയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള P. വിനു അവിടെ വിജയിച്ച് കയറിയിരിക്കുന്നത്. LDF-നെ സംബന്ധിച്ച് ഒട്ടും ആശ്വസിക്കാൻ കഴിയുന്ന ഒരു തോൽവിയല്ല ഈ നാട്ടികയിൽ ഉണ്ടായിരിക്കുന്നത്. അവിടെ 6 സീറ്റായിരുന്നു LDF-ന് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന LDF-ന്റെ വാർഡ് മെമ്പർ അന്തരിച്ചതിനെ തുടർന്നാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയത്. അപ്പോഴേക്കും 5 എന്ന നിലയിലേക്ക് മാറി. ഒരു സീറ്റ് പിടിച്ചെടുത്തതോടുകൂടി UDF-ന് ഈ പഞ്ചായത്തിൽ നാട്ടികയിൽ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൊടുങ്ങല്ലൂരിലും LDF-ന് തോൽവി നേരിടേണ്ടി വന്നു. അവിടെ സിറ്റിംഗ് സീറ്റ് BJP-യുടേതായിരുന്നു. BJP അവിടെ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും ആ സീറ്റ് നിലനിർത്താൻ BJP-ക്കായി. അതോടൊപ്പം തന്നെ ചൊവ്വൂർ ഗ്രാമപഞ്ചായത്തിൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും UDF-ന് ജയിക്കാനായത് UDF-നെ സംബന്ധിച്ച് ആശ്വാസവും കരുത്തും പകരുന്നതാണ്. ഈ ആലത്തൂരിലെ തെരഞ്ഞെടുപ്പും അതിനുശേഷം ഈ ചേലക്കരയിലെ തെരഞ്ഞെടുപ്പിലടക്കം ജില്ലയിലെ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി, അതിനുശേഷം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന ആശ്വാസമാണ് UDF-ന്റെ നിലവിലുള്ളത്. കാശ്മീർ പിടിച്ചെടുക്കുന്നത് ഒരു വാർഡ് മാത്രമല്ല, പഞ്ചായത്ത് കൂടി പിടിച്ചെടുക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. നാട്ടികയിലെ LDF-ന്റെ രാഷ്ട്രീയ പ്രതികരണം എന്താണ് സൂരജ്? ഹാഷ്മി, അത് തന്നെയാണ്. തീർച്ചയായും LDF-നെ സംബന്ധിച്ച് ഇടത് കോട്ട എന്ന തരത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് നാട്ടിക. കാരണം തൃശ്ശൂർ മണ്ഡലത്തിലെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും LDF-ന് വളരെ ശക്തമായ വേരോട്ടമുണ്ട്, അടിവേരുണ്ട്. അവിടെ അങ്ങനെ ഒരു സ്ഥലത്താണ് UDF ഈ ഭരണം പിടിച്ചെടുക്കുന്നത്. അതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ തന്ത്രം ആദ്യം മുതൽ മെനയാൻ UDF-നായി എന്നുള്ളത് തന്നെയാണ് ഇടത് ക്യാമ്പും വിലയിരുത്തുന്നത്. അതായത് വിനു എന്ന് പറയുന്ന P. വിനു എന്ന് പറയുന്നത് UDF-ന്റെ മുൻപ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വിനു ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി എത്തുന്ന സമയത്ത് UDF ഉയർത്തിക്കാട്ടിയ പ്രചാരണം, വിനു ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും UDF-ന് ഭൂരിപക്ഷം ഉണ്ടാകും, പഞ്ചായത്തിൽ ഭൂരിപക്ഷം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഈ ഭരണം പിടിച്ചെടുക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ വിനു പഞ്ചായത്ത് പ്രസിഡന്റ് ആകും എന്നുള്ളതായിരുന്നു UDF-ന്റെ പ്രചാരണ തന്ത്രം. ആ പ്രചാരണം ജനങ്ങൾക്കിടയിൽ ആഴത്തിലിറങ്ങി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ വോട്ടിംഗ് പാറ്റേൺ അടക്കം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം 260 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു മുൻപ് LDF-ന് ഈ വാർഡിൽ ഉണ്ടായിരുന്നു, 9-ാം വാർഡിൽ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ആ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, UDF ആകട്ടെ LDF-നുണ്ടായിരുന്ന ഭൂരിപക്ഷത്തിന്റെ പകുതിയോളം വോട്ട് പിടിച്ചെടുക്കുകയാണ്. അതായത് 115 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF ഇക്കുറി നേടുന്നത്. അത് തന്നെയാണ് കൃത്യമായ വോട്ടിന്റെ ഭൂരിപക്ഷം നേടാൻ UDF-ന് സാധിച്ചത്. അവരുടെ രാഷ്ട്രീയ തന്ത്രം ആ പഞ്ചായത്തിൽ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ്. കൃത്യമായി ഭരണം നാട്ടികയിൽ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു UDF ലക്ഷ്യമിട്ടത്. ആ ലക്ഷ്യത്തിലേക്ക് UDF-ന് എത്താൻ സാധിച്ചു. അത് ഈ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ UDF സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയതാണോ ഈ ഒരു നേട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത് എന്നുള്ളത് തന്നെയാണ് ഇടത് ക്യാമ്പ് അടക്കം വിലയിരുത്തുന്നത്. എന്തായാലും LDF-നെ സംബന്ധിച്ച് ഏറെ ദോഷകരമായ ഒരു ഇടപെടലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും LDF-ന്റെ ശക്തി കേന്ദ്രത്തിൽ അവർക്കൊരു തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു. കാശ്മീർ
ഓക്കെ, ഇടുക്കിയിലെ വിവരങ്ങൾ എബിൻ ജോസ് കുറിച്ചിരുന്നു. എബിൻ, ഇടുക്കിയിലെ സർപ്രൈസ് ആയത് കരിമണ്ണൂരാണ്. അവിടെ UDF അംഗം കൂറുമാറിയതിനെ തുടർന്ന് ഭരണനഷ്ടമുണ്ടാകുന്നു. പക്ഷേ എന്താണ്, തിരിച്ചു പിടിക്കുന്നു അല്ലേ? നഷ്ടമായ വാർഡ് തിരിച്ചു പിടിക്കുന്നു. എബിൻ, ഹാഷ്മി, LDFിൻ്റെ വാർഡാണ് ഇപ്പോൾ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നത്. LDF നിന്ന് തിരിച്ചു പിടിക്കുകയായിരുന്നു. 177 വോട്ടുകൾക്കാണ് AN ദിലീപ് കുമാർ UDFിൻ്റെ സ്ഥാനാർത്ഥി വിജയിച്ചത്. ഇതോടുകൂടി നിലവിൽ ഒരു ഭരണമാറ്റത്തിന് കരിമണ്ണൂർ പഞ്ചായത്തിൽ സാധ്യതയേറിയിട്ടുണ്ട്. നിലവിൽ LDF സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയായിരുന്നു LDF ഭരണം നടത്തിയിരുന്നത്. പക്ഷേ ചില മുന്നണി പ്രശ്നങ്ങൾ കാരണം ഇദ്ദേഹം ഇപ്പോൾ LDFിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ കൂറുമാറ്റത്തിന് കേസും LDF നൽകിയിട്ടുണ്ട്. അതോടുകൂടി ഇപ്പോൾ നിലവിൽ UDFിന് 7 അംഗങ്ങളും LDFിന് 6ഉം ഈ സ്വതന്ത്രൻ ഒരാൾ ഉൾപ്പെടെയാണ് നിലവിൽ കക്ഷിനില. അതോടുകൂടി UDFിന് ഒരു മെജോറിറ്റി കരിമണ്ണൂർ പഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ സ്വതന്ത്രൻ്റെ പിന്തുണയോട് കൂടി ലഭിച്ചാൽ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ UDFിന് ഭരണം നേടാനാകും. എന്നാൽ LDFിനൊപ്പം തന്നെ ഈ സ്വതന്ത്രൻ നിന്നാൽ ഒരുപക്ഷെ നറുക്കെടുപ്പിലേക്ക് ഒക്കെ സാഹചര്യങ്ങൾ പോയേക്കാം. നിലവിൽ UDFിനാണ് കരിമണ്ണൂർ പഞ്ചായത്തിൽ ഭൂരിപക്ഷമുള്ളത്. ഹാഷ്മി, ഇടുക്കി കരിമണ്ണൂരിൽ UDFിനാണ് വിജയം. മനീഷ് മഹിബാൽ കൂടി ചേരുന്നുണ്ട് കായംകുളത്തെ വിവരങ്ങളുമായി. മനീഷ്, കായംകുളത്ത് ശ്രദ്ധേയമാകുന്നത് ഒരുപക്ഷെ പത്തിയൂർ തന്നെയാണ്. അവിടെ ബിപിൻ സി ബാബുവിൻ്റെ മാത്രമല്ല, അതിന് പിന്നാലെ കുറച്ച് CPM പ്രവർത്തകർ BJPയിലേക്ക് പോയ വാർത്തയൊക്കെ നമ്മൾ കണ്ടു. അവിടെ LDF അംഗത്തിൻ്റെ നിര്യാണത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ UDFിന് ജയിക്കാനിടയായ സാഹചര്യം എങ്ങനെയാണ്? അതിശക്തമായ പോളിംഗ് ഒക്കെ രേഖപ്പെടുത്തിയാണല്ലോ പത്തിയൂരിൽ. മനീഷ്, ഹാഷ്മി, ഇങ്ങനെ ഒരു UDF അനുകൂല തരംഗം അല്ലെങ്കിൽ LDFിൽ നിന്ന് കൂടി വോട്ടുകൾ മാറുന്ന രീതി അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പോലും പ്രകടമായിരുന്നു. ചരിത്രത്തിൽ ഇന്നേ വരെ LDFിന് മുൻതൂക്കം ലഭിക്കാതിരുന്ന, അതായത് ലഭിക്കാതെ പോകാത്ത സ്ഥലമാണ് പത്തിയൂർ. പത്തിയൂരിലെ ചരിത്രത്തിൽ ഇന്നേ വരെ LDF മാത്രം ജയിച്ചിട്ടുള്ള പഞ്ചായത്താണ്. ആ പഞ്ചായത്തിലടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അങ്ങനെ ഒരു ട്രെൻഡ് ലോക്സഭാ സമയത്ത് തന്നെ ഉണ്ട്. ഒപ്പം തന്നെ അതിന് ഒന്നുകൂടി ആഘാതം വരുന്നതായിരുന്നു അവിടെ സംഘടനാ വിഷയങ്ങൾ. അതായത് വിപിൻ സി ബാബു പാർട്ടി വിടുന്നു, SFI നേതാവിൻ്റെ കൈ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ, ജയിൽ ശിക്ഷ അടക്കം അനുഭവിച്ച പ്രതിയെ പാർട്ടിയിലേക്ക് എടുക്കുന്നു. അങ്ങനെ സംഘടനാ വിഷയങ്ങൾ കൊണ്ട് വലിയ രീതിയിൽ പാർട്ടിക്കകത്ത് തന്നെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് തിരഞ്ഞെടുപ്പ് വരുന്നതും. അത് പ്രത്യേകിച്ച് പത്തിയൂർ 12ാം വാർഡിൽ വരുന്നത് ഈ വിപിൻ സി ബാബുവിൻ്റെ നാട് കൂടിയാണ്. അവിടെ കഴിഞ്ഞ തവണ തന്നെ നിന്ന് തോറ്റ സ്ഥാനാർത്ഥിയാണ് UDF രംഗത്തിറക്കിയത്. അവിടെ അന്ന് കഴിഞ്ഞ തവണ 50ഓളം വോട്ടുകൾക്ക്, ചില്ലറ വോട്ടുകൾക്ക് മാത്രം തോറ്റ സ്ഥാനാർത്ഥിയാണ്. അയാളെ തന്നെ ഇത്തവണ രംഗത്തിറക്കി. അങ്ങനെ ത്രികോണ മത്സരമുണ്ടായി. ഈ ജയകുമാരിയുടെ മരണത്തെ തുടർന്നായിരുന്നു അവിടെ ഒരു ഇലക്ഷന് കളമൊരുങ്ങിയത്. പക്ഷേ മത്സര ചിത്രം മാറി മറിഞ്ഞത് ത്രികോണ മത്സരത്തിലേക്ക് എത്തിയ സമയത്ത് BJP വോട്ടുകൾ കൂടി LDFിൻ്റെ വോട്ടുകൾ എല്ലാം കൂടി ചെന്ന് സമാഹരിച്ചത്, അത് എല്ലാം കൂടെ എത്തിയത് UDFിലേക്ക് എന്ന കണക്കൂട്ടിലാണ് പാർട്ടി അടക്കം എത്തിയിരിക്കുന്നത്. കാരണം 99 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ലഭ്യമായിട്ടുള്ളത്. അവിടെ ഉരുക്ക് കോട്ടയാണ് LDFിൻ്റെ. അവിടെ 20 വർഷങ്ങൾക്ക് മുൻപ് ഒരു തവണ മാത്രമാണ് അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം വലിയ ഭൂരിപക്ഷത്തിൽ, ചെറിയ വോട്ടുകളുള്ള വാർഡാണെങ്കിൽ കൂടി വലിയ ഭൂരിപക്ഷത്തിൽ പാർട്ടി ജയിക്കുന്ന ഒരു സ്ഥലത്താണ് ഇത്രയും അധികം പിന്നോട്ടടി ഉണ്ടാകുന്നത്. ഒപ്പം നാളെ ഏരിയ സമ്മേളനം, കായംകുളത്തെ ശ്രദ്ധേയമായ ഏരിയ സമ്മേളനം നാളെ ആരംഭിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ആലപ്പുഴയിൽ നിലവിൽ നടന്ന ഏരിയ സമ്മേളനങ്ങളിൽ വലിയ കാതലായ സംഘടനാ വിഷയങ്ങൾ എവിടെയും ഉടലെടുത്തിട്ടില്ല. പക്ഷേ കായംകുളത്ത് അത് അങ്ങനെയല്ല. കായംകുളത്ത് വലിയ സംഘടനാ വിഷയങ്ങൾ ഉണ്ടാകും, മത്സരം പോലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് തൊട്ട് തലേ ദിവസം പാർട്ടി ശക്തി കേന്ദ്രത്തിൽ പാർട്ടിക്ക് പിന്നോട്ടടി ഉണ്ടാകുന്നതും ഒപ്പം തന്നെ അവിടെ BJPക്ക് കൂടി വോട്ട് അധികമായി ലഭിച്ചിട്ടുണ്ട്. 60ഓളം വോട്ടുകൾ അധികമായി ഇത്തവണ അവിടെ BJPക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിപിൻ സി ബാബുവിൻ്റെ അമ്മ പ്രസന്നകുമാരിയെ കൂടി ഈ വിപിൻ സി ബാബു പാർട്ടി വിട്ട വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികാര നടപടി എന്നോണം പാർട്ടി ഗാർഹിക പീഡന കേസിൽ പ്രതിയാക്കിയെന്ന ആരോപണം ഉയർന്നിരുന്നു. അതായത് വിപിൻ സി ബാബുവിൻ്റെ ഭാര്യ ഈ പ്രസന്നകുമാരിയുടെ മരുമകൾ നൽകിയ പരാതിയിൽ പ്രസന്നകുമാരിക്കെതിരെ ഗാർഹിക പീഡനത്തിന് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നു. അങ്ങനെ പാർട്ടിക്കകത്ത് തന്നെ വലിയ സംഘടനാ വിഷയങ്ങൾ ഉണ്ടാകുന്നു, വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതെല്ലാം മുതലെടുത്ത് അതെല്ലാം ലാഭമുണ്ടാക്കിയത് UDFിനാണെന്ന കണക്കുകൂട്ടലിന്റെ. എന്തായാലും പത്തിയൂരിൽ നടന്ന പ്രചരണം ഒരു വാർഡ് തിരഞ്ഞെടുപ്പിൽ പ്രചരണമല്ല, വലിയ പ്രചരണം ഉണ്ടായി. LDFിന് സ്വാധീനമുള്ള ഒരു മേഖലയാണ്, പഞ്ചായത്താണ്. അവിടെ ബിപിൻ സി ബാബുവിൻ്റെ BJPയിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ BJP മുന്നേറ്റം ഉണ്ടാക്കിയതാണ് അവിടെ. അതിനെ തുടർന്ന് ബിപിൻ സി ബാബുവിൻ്റെ പോക്ക് ഒക്കെ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമായ പത്തിയൂരിൽ LDFിൻ്റെ സ്വാധീന കേന്ദ്രത്തിൽ UDF അവിടെ ഭരണം പിടിക്കുന്നു. ഏറ്റവും ഒടുവിൽ വരുന്ന 13-10-20 14-10-24-3
27 പുറത്തു വരുന്ന 27 സീറ്റുകളുടെ ഫലപ്രഖ്യാപനത്തിൽ UDF-ന് 14 LDF-ന് 10, NDA-ക്ക് 3.